സ്നേഹ ആണ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മൾ ഹിന്ദിയാണ് എടുക്കുന്നത്. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്ന വിഷയം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മക്കൾക്ക് ഈ സബ്ജക്റ്റ് അല്ലേ. 8th CBSE നമുക്ക് മാറി വന്ന സിലബസ് ആണ് നമ്മുടെ ഹിന്ദിയുടേത്. നമ്മൾ മൽഹാർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നമ്മുടെ NCERTയുടെ മൽഹാർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഓക്കെ, നമ്മുടെ മൽഹാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒക്കെ ഉള്ള ഒരുപാട് യൂണിറ്റ്സ് ഉള്ള ഒരു അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഒരുപാട് കവിതകൾ, ഒരുപാട് കഹാനികൾ പഠിക്കാനുണ്ട്. പിന്നെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് സൂപ്പറാക്കി സെറ്റ് ആക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ പെഹല ചാപ്റ്റർ ആണ്. നമ്മുടെ പെഹല ചാപ്റ്റർ ഏതാണ്? സ്വദേശ് എന്ന് പറയുന്നതാണ്. സ്വദേശ് മാനെ ക്യാ ഹേ? സ്വദേശം എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തിനോടുള്ള ദേശ് കെ പ്രതി പ്യാർ അല്ലെങ്കിൽ പ്രേം, ഇതൊക്കെ കാണിക്കുന്ന ഒരു കവിതയാണ് നമ്മുടെ സ്വദേശ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഷോസ് ഇൻ ദ പാട്രിയോട്ടിസം, പക്ക പാട്രിയോട്ടിസത്തിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയായിരുന്നു ഇത്. അതിൽ കുറേ കാര്യങ്ങൾ, അതായത് വെറും എന്ത് മാത്രമല്ല ദേശത്തെ സ്നേഹിക്കണം എന്ന് മാത്രമല്ല പറയുന്നത്, നമ്മൾ ദേശവാസികളെ കൂടി എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതേപോലെ തന്നെ സെൽഫ് ലവ്, അതൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു കവിതയായിരുന്നു നമ്മുടെ സ്വദേശ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വദേശ് എന്ന് പറയുന്ന ആ കവിതയിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അതായത് MCQ ടൈപ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് മാച്ച് ദ ഫോളോവിങ് പോലുള്ള ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കറക്റ്റ് ആക്കി തരാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് എന്തായാലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കവിത ഡീപ്പായിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ओके, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചേ. निम्नलिखित प्रश्नों के उपयुक्त उत्तर के सन्मुख तारा बनाए. ഓക്കെ, താര മാന ക്യാ ഹേ? നമ്മുടെ സ്റ്റാർ എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഒന്നുമില്ല, നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ശരിയായിട്ടുള്ള ഏത് ആൻസർ ആണോ ഉള്ളത്, ആ ആൻസറിന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു താര, ഒരു സ്റ്റാർ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ഇതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, നോക്കാം. കുച്ച് പ്രശ്നോ കെ ഏക് സെ അധിക് ഉത്തർ ഭി ഹോ സക്തേ ഹേ. ചില ക്വസ്റ്റ്യൻസിന് എന്തുണ്ടാവും? പ്രശ്നം മീൻസ് എന്താണ്? ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസിന് ഏക് സെ അധിക്, ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും? നമുക്ക് ആൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഒരു ആൻസർ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്ന് പരിചയം ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. वह हृदय नहीं है पत्थर है. इस पंक्ति में हृदय के पत्थर होने से तात्पर्य क्या है? അല്ലെങ്കിൽ താത്പര്യ ഹേ, എന്താണ് ഉദ്ദേശം എന്നുള്ളത് അല്ലേ. ഹൃദയ് എന്താണെന്നാ പറഞ്ഞത്? പത്തർ പോലെയാണ്, പത്തർ ജേസാ ഹേ. അതായത് നിന്റെ ഹൃദയം ഒരു സ്റ്റോൺ ആണ്, കല്ലാണ് എന്നൊക്കെ ചില ആളുകളോട് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മുടെ ഈ കവിതയിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്താണ്? ആ ഹൃദയം എന്താണ്? കല്ലാണ്. എങ്ങനെയുള്ള ഹൃദയങ്ങൾ? നമ്മൾ സ്വദേശത്തെ സ്നേഹിക്കാത്ത, സ്വദേശികളെ സ്നേഹിക്കാൻ അറിയാത്തവന്റെ ഹൃദയം, ദിൽ എന്ന് പറയുന്നത് പത്തർ ജേസാ ഹേ, പത്തർ പോലെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇത് നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഈ പങ്ക്തികളിൽ, ഈ ലൈൻസിൽ ഏതാണ്? ഹൃദയക്ക് പത്തർ ഹോനേസി, ഹൃദയം പത്തറാവുക, സ്റ്റോൺ ആവുക എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്? ഹൃദയ പത്തർ ഹോന എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു? അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. സാമാജികതയാണോ? അല്ല. സംവേദനഹീനത വെച്ചെന്താണ്? ഇമോഷൻലെസ് ആവുക, നമ്മൾ ഈ ഒരു ഇമോഷനും കാണിക്കാതിരിക്കുക. അതാണ് കുറച്ച് ശരിയായിട്ടുള്ള ഒരു സംഭവം അല്ലേ. ബാക്കിയും കൂടി നമുക്ക് വായിച്ചു നോക്കാം. കഠോരത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹാർട്ടില്ലാത്ത കഠിനമായിട്ടുള്ള കഠോർ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കഠോരത, ക്രൂരത എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് അല്ലേ. നൈതികത എന്ന് വെച്ചാൽ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള ഇതാണ് നൈതികത എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഒന്നെന്താണ്? ഇമോഷൻലെസ് ആയിട്ടുള്ള ഹൃദയത്തിന് നമുക്ക് പത്ത ജയസാദിൽ എന്ന് പറയാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ കഠോരത, ക്രൂരമായിട്ടുള്ള ഹൃദയം, ആരും സഹായിക്കാതെ ക്രൂരമായിട്ടുള്ള ഹൃദയം ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്താണ്? പത്ത ജേസാ ദിൽ അല്ലെങ്കിൽ പത്ത ജേസാ ഹൃദയ് എന്ന് പറയാൻ സാധിക്കും അല്ലേ. അപ്പൊ ഇത് രണ്ടും എന്താണ്? നമ്മുടെ ആൻസർ ആണ്. മക്കൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? താര കൊണ്ടുപോയി ഇടാം അല്ലേ. ഓക്കെ, യെസ്, സ്റ്റാർസ് ഇടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. നിമ്നലിഖിत से कौन सा विषय इस कविता का मुख्य भाव है? ഈ കവിതയുടെ മുഖ്യ ഭാവം എന്താ എന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അതിന്റെ ഉള്ളിൽ പറയുന്നത്? ഡീപ്പ് ഇൻസൈഡ് എന്താണ് പറയുന്നത് എന്നുള്ളത് മക്കൾക്ക് അറിയാം. എന്താണ് നോക്കിക്കേ. ദേശ് കി പ്രതി പ്രേം. നോക്കുക, ദേശ് കി പ്രതി പ്രേം അല്ല. ആദ്യത്തെ നമ്മുടെ എന്താണ്? ഓപ്ഷൻ എന്താണ്? ദേശ് കി പ്രഗതി, ദേശത്തിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു കവിതയായിരുന്നു. അതായത് അതാണോ?
അതായിരുന്നു അതിന്റെ ഭാവം എന്ന് പറയുന്നത്? അല്ല, ദേശത്തിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ടല്ല. അപ്പൊ അതല്ല, അത് ശരിയായിട്ടുള്ള ഒരു ഉത്തരവല്ല. അടുത്ത നോക്കിക്കേ, ദേശ് കെ പ്രതി പ്രേം, ദേശത്തിനോടുള്ള പ്രേം, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് അല്ലെ? ദേശത്തിനോടുള്ള ഭക്തി, പ്രേം, അത് കൂട്ടുക, പ്യാർ കൂട്ടുക, പ്രേം കൂട്ടുക എന്നുള്ളതായിരുന്നു. സോ അത് നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലെ. അടുത്ത് നോക്കിക്കേ, ദേശ് കി സുരക്ഷ, ദേശത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിതയായിരുന്നു സ്വദേശ് എന്ന് പറയുന്നത്? അല്ല, അതുമല്ല, അതും തെറ്റാണ്. പിന്നെ ദേശ് കി സ്വതന്ത്രത, ഇൻഡിപെൻഡൻസിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കവിതയായിരുന്നു ഇത്? അതും അല്ല, അപ്പൊ അതും തെറ്റാണ്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ദേശ് കി പ്രതി പ്രേം എന്ന് പറയുന്നതാണ്, ദേശത്തിനോടുള്ള സ്നേഹമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള താര ഇടേണ്ട സ്ഥലം എന്ന് പറയുന്നത്. അതും എന്റെ മക്കളെ ഇന്നു സൂപ്പർ ആയിട്ട് എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താണ് അടുത്തത് പറയുന്നത്? ഹം ഹേ ജിസ്കെ രാജാ റാണി, ഹം ഹേ ജിസ്കെ രാജാ റാണി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കവിതയിൽ പറയുന്നുണ്ടായിരുന്നു എന്താണ്? നമ്മുടെ ദേശം എന്ന് പറയുന്നതാണ് നമ്മുടെ എപ്പോഴും എന്ത്? നമ്മുടെ ദേശത്ത് നമ്മൾ എപ്പോഴും രാജാവും റാണിയായിരിക്കും. മറ്റൊരു ദേശത്ത് പോയവനെ അതിന്റെ സങ്കടം അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് എന്താണ്, അവരുടെ ദേശമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റത്തില്ല അല്ലേ. പക്ഷെ നമ്മുടെ ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളാണ് ഇവിടുത്തെ കിങ് ആൻഡ് ക്വീൻ എന്ന് നമുക്ക് പറയാം അല്ലേ. അവിടെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ദേശമായിരിക്കും അല്ലേ. അങ്ങനെ ഒരു മീനിങ് തരുന്ന ഒരു വരിയായിരുന്നു ഇത്, ഹം ഹേ ജിസ്കെ രാജാ റാണി. ഇസ് പങ്ക്തി മേ ഹം ശബ്ദ് കിസ്കെ ലിയേ ആയാ ഹേ, എന്താ ചോദിച്ചിട്ടുള്ളത്? ഹം ശബ്ദ്, ഇവിടെ ഹം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? അതായത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഹം എന്ന് പറയുന്നത് കൊണ്ട് ആരാണ് ഉദ്ദേശിക്കുന്നത്? ആരൊക്കെയാണ് നോക്കുക, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കുക, ശ്രദ്ധിക്കുക. ദേശ് കി പ്രാകൃതിക് സംസാധനോ കെ ലിയേ, അതായത് ദേശ് കി നമ്മുടെ ഈ ഒരു പ്രാകൃതിക് സംസാധനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇവിടെയുള്ള, നമ്മുടെ പ്രകൃതിയിലുള്ള റിസോഴ്സസ്, അതിനെ കുറിച്ചിട്ടാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഇവിടുത്തെ രാജാ റാണിയാണ്. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള റിസോഴ്സസ് ആയിരുന്നു? അല്ല, അത് തെറ്റാണ്. ആ റിസോഴ്സിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. പിന്നെന്താണ്? ദേശ് കി ശാസൻ വ്യവസ്ഥ കെ ലിയേ, ദേശത്തിന്റെ, ഈ ഹം എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ദേശത്തിലെ ശാസൻ വ്യവസ്ഥ, നമ്മുടെ ഗവർണൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? അതുമല്ല ഹം എന്ന് പറയുന്നത്. ഹം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിക്കേ, ദേശ് കെ സമസ്ത നാഗരികോ കെ ലിയേ, ദേശത്തിലെ സമസ്ത നാഗരികോ, നമ്മുടെ മുഴുവൻ എന്ത്? നാഗരിക്, നമ്മുടെ ദേശത്തിലെ നാഗരിക്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. പിന്നെ അടുത്ത നോക്കിക്കേ, ദേശ് കി സബി പ്രാണിയോ കെ ലിയേ, ദേശത്തിലുള്ള, നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ ക്രീച്ചേഴ്സും, നോക്കിക്കേ, പ്രാണിയോ എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങൾ മുഴുവൻ, അതായത് മൃഗങ്ങൾ പെടും അതിൽ, എല്ലാ കാര്യങ്ങളും, പ്രാണികൾ പെടും, നമ്മുടെ മനുഷ്യന്മാർ പെടും. അങ്ങനെ എല്ലാവരും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച മനുഷ്യന്മാരെ മാത്രമാണ്, നമ്മുടെ ദേശത്തെ നാഗരിക്, അവരെ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഇതായിരിക്കും. അതെന്നെ മക്കൾക്ക് അറിയാം. ഇനി അടുത്ത് നോക്കിക്കേ, കവിതാക്ക് അനുസാർ കോൻ സാ ഹൃദയ പത്തർ കെ സമാൻ ഹേ, കവിതാക്ക് അനുസാർ, നമ്മുടെ കവിതയ്ക്ക് അനുസരിച്ച്, സ്വദേശ് എന്ന് പറയുന്ന കവിത വായിക്കുന്ന സമയത്ത് മക്കൾക്ക് തോന്നുന്നത് എന്താണ്? ഹൃദയ പത്തർ കെ സമാൻ ഹേ, നമ്മുടെ ഹൃദയം പത്തർ കി സമാൻ ഹേ എന്ന് പറയുന്നുണ്ട്. ഏത് ഹൃദയം, ഏത് തരത്തിലുള്ള ഹൃദയമാണ് സ്റ്റോൺ പോലെയാണ് എന്ന് നമ്മളിവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേശത്തിനോട് സ്നേഹം കാണിക്കാത്ത ഹൃദയങ്ങളെല്ലാം എന്താണ്? പത്തർ ജേസാ ഹേ എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പം അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് നോക്കാം. ഇത് മക്കൾ വായിച്ചിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ടിക്ക് ചെയ്യാൻ പറ്റും, ഇത് ശരിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നോക്കാം, ജിസ്മേ സാഹസ് കി കമി ഹേ, സാഹസ് കി കമി, കറേജിന്റെ കമ്മി എന്ന് വെച്ചാൽ എന്താണ്? കുറവുള്ള അല്ലെ. അതായത് ലാക്ക് ഓഫ് കറേജ് ഉള്ള ഹൃദയങ്ങൾ എന്ന് പറയുന്നത് പത്ത ജേസാ ഹോത്താ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് നമ്മൾ അത്ര പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നമുക്ക് എടുക്കണ്ട കേട്ടോ. അടുത്ത് നോക്കിക്കേ, ജിസ്മേ സ്നേഹ കാ ഭാവ് നഹി, സ്നേഹത്തിന്റെ ഭാവം, സ്നേഹം എന്ന് പറയുന്ന ഇമോഷൻ ഇല്ലാത്ത ഹൃദയം പത്ത ജേസാ ഹേ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, അതും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കവിതയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കവിതയിൽ നമ്മൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, സ്വദേശിനോട് ഇഷ്ടമില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് പത്ത ജേസാ ഹേ. കവിതയ്ക്ക് അനുസരിച്ച് മാത്രമേ, ഇവിടെ ഇതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാ ഓപ്ഷനും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് തോന്നും, പക്ഷെ അല്ല. കവിതാക്ക് അനുസാർ ഇന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും? അതാണ് നമ്മൾ എടുക്കേണ്ടത്. നോക്കിക്കേ, ജിസ്മേ സ്നേഹ കാ ഭാവ് നഹി
അത് പത്ത ജേസാഹെ എന്ന് പറയുന്നില്ല, കവിതയിൽ പറയുന്നില്ല. സോ അതുമല്ല. ഇനി നോക്കുക, ജിസ്മേ ദേശ് പ്രേം കാ ഭാവ് നഹി. ദേശ് പ്രേം, സ്വദേശ് കി പ്രതി പ്യാർ, പ്രേം ഇല്ലാത്തവരാരാണോ അവന്റെ ഹൃദയം എന്താണ്? പത്ത ജേസാഹെ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ താര വിട്ടുകൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ജിസ്മേ സ്ഫൂർത്തി ഓർ ഉമങ്ക് നഹി ഹെ. സ്ഫൂർത്തി ഓർ ഉമങ്ക് എന്ന് വെച്ചാൽ എനർജി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പാഷൻ, എന്തൂസിയാസം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, എനർജിയും എന്തൂസിയാസം ഒന്നും ഇല്ലാത്തവന്റെ ഹൃദയം എന്ന് പറയുന്നത് എന്തുപോലെ ആയിരിക്കും? നമ്മുടെ പത്ത ജേസാഹെ എന്ന് പറയുന്നുണ്ട്. അതും കവിതയിൽ പറയുന്നില്ല. സോ നമുക്ക് അതും എഴുതണ്ട. നമ്മുടെ ആൻസർ ഏത് മാത്രമായിരിക്കും? ഇത് മാത്രം എൻ്റെ മക്കള് ശരിയാക്കിയിട്ട് എഴുതാം. നമ്മുടെ ആൻസർ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വീഴാൻ പാടില്ല എന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇതും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ കൂടാതെ ഇതിൽ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ ലൈൻസിലും എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ വ്യാഖ്യ മുഴുവൻ നോക്കിക്കേ. നമ്മുടെ ഈ ഒരു സെക്കൻഡ് കോളത്തിലുണ്ട്. ഓരോ ലൈൻസ് ആണ് ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ വ്യാഖ്യ, അതിൻ്റെ ആശയം, അതിൻ്റെ ഉള്ളിലുള്ള ആ മീനിങ് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുള്ളത്. അപ്പം ഈ ഫസ്റ്റ് കോളത്തിന് സെക്കൻഡ് കോളത്തിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? നമ്മൾ എഴുതുകയാണ്. സോ ഇതെന്താ മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇത് പഠിച്ചോണം. കാരണം അപ്പുറത്ത് കിടക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ മീനിങ് ആണ്. മീനിങ്സ് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ കവിതയുടെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. നോക്കിക്കേ, ആദ്യത്തെ സംഭവം തന്നിട്ടുള്ളത് ജിസ്നെ സാഹസ് കോ ഛോഡ് ദിയ വഹ് പഹുൻ സക്കേംഗ പാർ നഹി. നമ്മുടെ ആദ്യത്തെ നമുക്ക് കുറച്ച് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ആ ലൈൻസിന്റെ അർത്ഥം മിസ് പറയാം. ജിസ്നെ സാഹസ് കോ ഛോഡ് ദിയ, കറേജ് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ കറേജ് ഉപേക്ഷിച്ച ആളുകൾ അല്ലെ. പഹുൻ സക്കേംഗ പാർ നഹി, ഒരു പാർ മീൻസ് എന്താണ്? അതർ സൈഡ് എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മളൊരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വിചാരിക്കുക. ഓക്കെ, നമ്മളൊന്ന് ചിന്തിക്കുക. പക്ഷേ കറേജ് ഇല്ലാത്ത ആളുകൾക്ക് അപ്പുറത്തോട്ട് എത്താൻ പറ്റുമോ? ഇല്ല. ഇവിടെ പറയുന്നത് എന്താണ്? ജിസ്നെ സാഹസ് കു, കറേജ് ആരാണോ ഉപേക്ഷിച്ചത് അവന് അപ്പുറത്തുള്ള പാറിൽ എത്തിച്ചേരാൻ പറ്റില്ല. നോക്കിക്കേ, വഹ് പഹൂൻ സക്കേംഗ പാർ നഹി, അവന് അപ്പുറത്തെ പാറിലോട്ട് എത്താൻ പറ്റില്ല. കറേജ് ആണ് എല്ലാത്തിൻ്റെയും എന്തെന്ന് പറയുന്നത്? എല്ലാത്തിൻ്റെയും ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്ക് നടക്കത്തില്ല അല്ലേ? ഈ ഒരു ആശയമുള്ള ഒരു വ്യാഖ്യ എവിടെയാണ് തന്നിട്ടുള്ളത്? എൻ്റെ മക്കളൊന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. നമ്മൾ ഇതിലേതാണ്? ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഏതെങ്കിലും ഒരു വാക്കൊക്കെ നമുക്ക് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉണ്ടാവും ഇപ്പുറത്ത്. അങ്ങനെയെങ്കിലും നോക്കുക കേട്ടോ. ശ്രദ്ധിച്ചേ, ജിസ്നെ കിസി കാര്യക്കോ കർണേക്ക സാഹസ് ഛോഡ് ദിയാ ഹോ, ആരാണോ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന്റെ സാഹസ്, കറേജ്, കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട കറേജ് ഛോഡ് ദിയാ ഹേ, വിട്ടിട്ടുള്ളത്. വഹ് കിസി ലക്ഷ്യക്കോ പ്രാപ്ത് നഹി കർ സക്ത, അവൻ ഒരു തരത്തിലുള്ള ലക്ഷ്യവും പ്രാപ്തമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തേത് എന്താണ്? തേർഡ് വൺ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത നോക്കിക്കേ, ജോ ജീവിത് ജോഷ് ജഗാ ന സകാ ഉസ് ജീവൻ മേ കുച്ച് സാർ നഹി. എന്താണ് പറയുന്നത്? ജോ ജീവൻ ജോഷ് ജഗാ ന സകാ, ജീവിതത്തിൽ ഒരു പാഷൻ ആർക്കാണോ ഉണർത്താൻ കഴിയാത്തത്. ജോഷ് മീൻസ് എന്താണ്? എന്തൂസിയാസം, പാഷൻ, എനർജി, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ജീവിതത്തിൽ ഇപ്പം എന്താണ്? എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പാഷൻ ഇല്ലാത്തവന് ഉസ് ജീവൻ മേ കുച്ച് സാർ നഹി, അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആവത്തില്ല എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഉസ് ജീവൻ മേ, അങ്ങനെയുള്ള ഒരാളുടെ ആ ജോഷ് കിട്ടാത്ത, പാഷൻ ഇല്ലാത്ത, പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാത്തവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുച്ച് സാർ നഹി, ഒരു സാറും ഒരു മീനിങ്ങും ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഭാഗം പറയുന്നത് എവിടെയാണ്? നോക്കിക്കേ എൻ്റെ മക്കള്, ദേ നമ്മുടെ ഫോർത്ത് വൺ ആണ്. ശ്രദ്ധിച്ചേ, ജോ സ്വയം കെ സാത്ത് ഹി ദൂസരോं को भी प्रेरित और उत्साहित नहीं कर सकते उनका जीवन നിഷ്ഫൽ ഓർ അർത്ഥഹീൻ ഹേ. ഇവിടെ നോക്കിക്കേ, സാർ നഹി അർത്ഥഹീൻ ഹേ, മീനിങ് ഫുൾ അല്ല എന്നുള്ളത്, അർത്ഥഹീൻ എന്നുള്ള രണ്ടും സെയിം ടു സെയിം ആണ്. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ചേ, സ്വയം കി സാത്ത്, സ്വന്തവും ദൂസരോക്കും, മറ്റുള്ളവരെയും പ്രേരിത് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മോട്ടിവേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രേരിപ്പിക്കാത്ത, പ്രേരണ നൽകാത്ത ഒരാള് അവരുടെ ജീവിതം എന്ന് പറയുന്നത്
നിഷ്ഫലം എന്ന് വെച്ചാൽ എന്താണ്, ഫ്രൂട്ട്ലെസ് എന്നൊക്കെ പറയും. ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള അർത്ഥഹീൻ, ഒരു മീനിങ്ങും ഇല്ലാത്ത ലൈഫായിരിക്കും. ഓക്കെ, അതാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ, ഒന്ന് വായിച്ചാൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന സംഭവമാണ്. അടുത്ത് നോക്കിക്കേ, ജിസ് പെർ ജ്ഞാനി ബി മരത്തെ ഹേ ജിസ് പെർ ഹേ ദുനിയാ ദീവാനി. ജ്ഞാനി ബി, നമ്മുടെ സ്വദേശത്തിന് വേണ്ടി ജ്ഞാനി, നല്ല നോളജ് ഉള്ള പണ്ഡിതന്മാർ പോലും എന്താണ് മരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ജ്ഞാനികളുള്ള, ഒരുപാട് സമ്പത്തുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരത് എന്ന് പറയുന്നത്. ഈ ഭാരതത്തിൽ എന്താണ്, വേൾഡ് മുഴുവൻ ഈ ഭാരതത്തിൽ ക്രേസിയാണ്. അതായത് ഭാരതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ്, വളരെ ക്രേസി ആയിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവളെ ഒരു അസൂയപ്പെടുന്ന, ഒരു ജലസിയൊക്കെ വരുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് സമ്പത്തൊക്കെ ഉള്ള രാജ്യമാണ് നമ്മുടേത് അല്ലേ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആശയമായിരുന്നു ഇത്. അതിനനുസരിച്ചിട്ടുള്ള നോക്കിക്കേ 1 ആണ്, ഫസ്റ്റ് 1 ആണ് നമ്മൾ എടുക്കേണ്ടത്. ശ്രദ്ധിച്ചേ, നോക്കിക്കേ, നമ്മുടെ ജിസ് ദേശ് കി ജ്ഞാൻ സമ്പത്ത സമൂച്ച വിശ്വ പ്രഭാവിത് ഹേ. നമ്മുടെ ദേശത്തിന്റെ ജ്ഞാൻ സമ്പത്തി നോക്കിക്കേ, നമ്മുടെ നോളജിന്റെയും സമ്പത്തും ഇതൊക്കെ കണ്ടിട്ട് എന്താണ്, നമ്മുടെ സമൂച്ച വിശ്വ മുഴുവൻ നമ്മുടെ വേൾഡ് എന്താണെന്ന് പറയുന്നത്, പ്രഭാവിത് ഹേ. നമ്മൾ വളരെ എന്താണ്, ഇംപ്രസ്ഡ് ആണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രഭാവിത് ഹേ, വളരെ ഇംപ്രസ്ഡ് ആണ് നമ്മുടെ ഭാരതത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്ന് പറയുന്ന ഒരു വരിയായിരുന്നു ഇത്. ഓക്കെ, ലാസ്റ്റ് 1 എന്താണ്, ഇനിയിപ്പോ ഒന്നുകൂടി അല്ലേ ഉള്ളൂ ലാസ്റ്റ്, അതാണല്ലോ അല്ലെ. അപ്പൊ നോക്കുക, സബ് കുച്ച് ഹേ അപ്നെ ഹാത്തോ മേ ക്യാ തൂബ് നഹി തൽവാർ നഹി. നോക്കിക്കേ, നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, ഭാരതത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ക്യാ തോപ്പ് നഹി തൽവാർ നഹി. തോപ്പ് മീൻസ് എന്താണ്, നമ്മുടെ ഈ ഒരു നിങ്ങൾ ഈ യുദ്ധത്തിനൊക്കെ നമ്മൾ ബാറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് തോപ്പ് എന്ന് പറയുന്നത്. തോപ്പ്, പിന്നെ എന്താണ്, തൽവാർ മീൻസ് എന്താണ്, സ്വാഡ് അല്ലെ. സ്വാഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എന്താണ് ഇല്ല എന്നുള്ള അർത്ഥമാണ് അല്ലെ. നോക്കിക്കേ, ഇവിടെ പറയുന്നത് കറക്റ്റ് ലാസ്റ്റിൽ 1 മാത്രമേ ഉള്ളൂ. ജിസ് പ്രകാർ യുദ്ധമേ തോപ്പ് ഓർ തൽവാർ കി ആവശ്യകത ഹോത്തി ഹേ. യുദ്ധത്തിന് നമ്മുടെ എന്താണ്, നമ്മളൊരു വാർ ഉണ്ടാക്കുന്ന സമയത്ത് തോപ്പിന്റെയും പിന്നെ എന്താണ്, തൽവാർ ഒക്കെ അതിൻ്റെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആവശ്യം വരും അല്ലെ. അതേപോലെ തന്നെ ഉസി പ്രകാർ മനുഷ്യക്ക് പ്രഗതി കേലിയെ, മനുഷ്യന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് സാഹസ് ഒരു ഇച്ഛാശക്തിക്ക് ആവശ്യകത ഹോത്തി ഹേ. സാഹസ്, കറേജിന്റെയും ഇച്ഛാശക്തി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അല്ലെ. ഇച്ഛാശക്തി എന്താണ്, നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു വില്ല് വേണം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അല്ലെ. ഇച്ഛാശക്തിയും നമുക്ക് വേണം എന്നുള്ളതാണ്. അതായിരിക്കും ഇതിന്റെ ലാസ്റ്റത്തെ ഈ ഒരു സംഭവത്തിന്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്, മീനിങ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക. ഇതാണ് ഇതിൻ്റെയൊക്കെ ആൻസർ എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഒരു ആശയം, വ്യാഖ്യ, ആസ്വാദന ടിപ്പണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യണം, എഴുതണമെങ്കിൽ ഇങ്ങനെയുള്ള മീനിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് വെറും ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കാണരുത്. എന്ത് ചെയ്യണം, ഇതിൻ്റെ മീനിങ്സ് ഒക്കെ അങ്ങനെ പഠിച്ചു വെക്കണം. നല്ല നല്ല ഒരുപാട് പോയിന്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, മിൽത്തേ ഹേ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.